സ്നേഹമുള്ളവരെ, നമുക്കറിയാം നോമ്പ് കാലത്ത് നമ്മൾ ഇന്ന് ഒരു ചെറിയ പാഠം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേട്ട് നമ്മുടെ കർത്താവിൻ്റെ വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കും. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്നെഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്നെഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് കൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്നെഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദേവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം സഭാപിതാവ് ഇതിനെ പഠിപ്പിക്കുന്നത്, ഇത് നമ്മുടെ ജീവിതവുമായിട്ട് വലിയ ബന്ധമുള്ള ഒരു പാഠമാണ്. നമ്മുടെ കർത്താവ് ഈ 40 ദിവസത്തെ നോമ്പും അതിൻ്റെ പരിസമാപ്തിയിൽ നമ്മുടെ കർത്താവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 3 പ്രലോഭനങ്ങൾക്ക് ഈ കർത്താവ് വിധേയപ്പെട്ടിട്ട് ആ പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ച് വിജയം വരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ വായിക്കുന്നത്. ഇത് വലിയ നോമ്പിൻ്റെ തുടക്കത്തിൽ നമ്മൾ വായിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പാരമ്പര്യമനുസരിച്ച്, അന്ത്യോക്യൻ ക്രമം അനുസരിച്ച് നമ്മൾ വായിക്കുന്ന സുവിശേഷ പാഠമാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രലോഭനം. അപ്പം ഈ സുവിശേഷ ഭാഗത്തെ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പിതാവ് പറയുന്നത്, ഇത് നമ്മുടെ ജീവിതവുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു ജീവിതമാണ്, ഒരു സംഭവമാണ്. അതായത് യേശു ക്രിസ്തുവിനെ ദൈവാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ആരാണ് യേശു? നമുക്കറിയാം, പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവനാണ് യേശു. നമ്മളും മാമോദീസ എന്ന കൂദാശയിൽ പരിശുദ്ധാത്മാവിനാൽ സഭയിൽ ജനിക്കുന്നവരാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. മത്തായി 1:18. യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ട ആളാണ് പരിശുദ്ധാത്മ. അപ്പൊ യേശു ജനിച്ചത് ആരുടെ ശക്തിയാലാണ്? പരിശുദ്ധാത്മാവിൻ്റെ. ശ്രദ്ധിച്ചു കേൾക്കണേ. ഇപ്പം യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിനാലാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മത്തായി 3:16. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്നു കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ, പരിശുദ്ധാത്മാവ് ആരുടെ മേൽ ഇറങ്ങി വന്നു? ഈശോയുടെ മേൽ ഇറങ്ങി വന്നു. അപ്പൊ നോക്കിയേ, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാലാണ് ജനിച്ചത്. പരിശുദ്ധാത്മാവിനാൽ ജനിച്ച യേശു
30-ാമത്തെ വയസ്സിൽ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനോയിൻറ്റിങ്, അഭിഷേകം സ്വീകരിച്ചു. ഇതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാമോദീസായിലൂടെ നമ്മൾ വെള്ളത്തിൽ മുക്കപ്പെടുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ ജനിക്കപ്പെടുന്നു. ആത്മാവിനാലും വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ മാമോദീസായിൽ ആത്മാവിനാലാണ് ജനിക്കുന്നത്. 2, അതിനുശേഷം മോറോൻ അഭിഷേകം എന്ന കൂദാശയിൽ പരിശുദ്ധ മോറോൻ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേക തൈലം നമ്മുടെ മേൽ പൂശുകയാണ്. അഭിഷേകം, അനോയിൻറ്റിങ് നമുക്ക് നൽകുകയാണ്. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ സാധ്യതയാണ്. പക്ഷേ ശ്രദ്ധിക്കണേ, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പിതാവ് പറയുകയാണ്, ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട നമ്മളുടെയും ജീവിത നിയോഗം കർത്താവിനെ പോലെ നമ്മളും മരുഭൂമിയിലേക്ക് എറിയപ്പെടും. എക്ബോലോ എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. എക്ബോലോ എന്ന് പറഞ്ഞാൽ ഇത്രയും അഭിഷേകമുള്ള, ആത്മനിറവുള്ള, ആത്മാവിൻ്റെ ശക്തിയോടെ ജീവിച്ച നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗം നമുക്കും ഈ മരുഭൂമി അനുഭവത്തിലൂടെ പോകേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇത് നമ്മുടെ ക്രിസ്ത്യാനിയുടെ ജീവിത മാതൃകയാണ്. ഈ മരുഭൂമിയിൽ ക്രിസ്ത്യാനി എങ്ങനെ ദൈവത്തെ അനുസരിക്കണമെന്ന് വ്യക്തമായി പറഞ്ഞു തരുന്ന പാഠമാണ്. എങ്ങനെയാണ് നമ്മൾ ഈ മരുഭൂമി അനുഭവത്തിൽ വിജയം വരിക്കേണ്ടത്, ഇത് നമുക്ക് പറഞ്ഞു തരുന്ന പാഠമാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പിതാവ് നമ്മളോട് പറയുന്നു, നമ്മളും ഇതുപോലെ ഈശോ നടന്നതുപോലെ ഈ ഒരു മരുഭൂമി അനുഭവത്തിലൂടെ നടക്കണം. എന്താണ് ഈ മരുഭൂമി അനുഭവം എന്നറിയാമോ? നമുക്കറിയാം, മരുഭൂമി അനുഭവം എന്ന് പറയുന്നത് ഈ അഭിഷേകമുള്ള, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട, ദൈവത്തിൻ്റെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പുള്ള, നമ്മൾക്കൊക്കെ ഒരുപാട് വിളിയുള്ള, കർത്താവിനോട് അടുത്ത് നിൽക്കാൻ വിളിക്കപ്പെട്ട നമ്മളൊക്കെ ചില സമയത്ത് 40 ദിവസം ഉപവാസവും പ്രാർത്ഥനയും വർജനയും, വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, നമുക്ക് ചിലതൊക്കെ ആകാത്തതും അരുതാത്തതും വേണ്ടാന്ന് വെക്കാൻ വലിയ പാടാ. എന്നാലും അതൊക്കെ വേണ്ടാന്ന് വെച്ച് നമ്മെ തന്നെ നമ്മൾ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വിളി നമുക്കുണ്ട്. സ്നേഹമുള്ളവരെ, ഈ വിളി നമ്മുടെ ജീവിത നിയോഗമാണ്. ഇത് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി തന്ന വിളി. ആദ്യമേ മനസ്സിലാക്കട്ടെ, നോമ്പും ഉപവാസവും ഒന്നും പിൽക്കാലത്ത് സഭയിൽ വന്നു ചേർന്ന പ്രതിഭാസങ്ങളല്ല. ഏതെങ്കിലുമൊക്കെ മരുഭൂമിയിൽ നടന്ന പിതാക്കന്മാരോ കൊവേന്തയിലിരുന്ന സന്യാസികളോ രൂപപ്പെടുത്തിയ സംഭവമല്ല. മറിച്ച് ദൈവപുത്രൻ, പരിശുദ്ധാത്മാവിനാൽ ജനിച്ച് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ദൈവപുത്രന്റെ ജീവിത നിയോഗമായിരുന്നു 40 ദിവസം ഒരു സ്മൃതി ധ്യാനത്തിലൂടെ കടന്നു പോകണം. ഏകാന്തതയിൽ ഈ ലോകത്തിൻ്റെ ശൈലികളിൽ നിന്ന് മാറി നിൽക്കണം. ഈ ഒരു വഴി മാറി നടക്കുന്ന, ഈ ഒരു ഇതുവരെ ജീവിച്ചതിൽ വ്യത്യസ്തമായി നടക്കുന്ന ഒരു 40 ദിവസം നമുക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു കൃപ നമുക്ക് കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും, ആത്മമണ്ഡലം ഉണരാനും, ആത്മീയ ചൈതന്യം നിറയാനും, ദൈവത്തിൻ്റെ നിയോഗങ്ങൾ ജീവിതത്തിൽ പൂർത്തീകരിക്കാനുമൊക്കെ ഈ ഒരു 40 ദിവസം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ മാറിവാനിയോസ് തിരുമേനി പെരുന്നാട് മുണ്ടൻമലയിൽ ആ തൗനായിൽ ഇങ്ങനെ ഇരുന്ന് 40 ദിവസം പ്രാർത്ഥിക്കാൻ നമ്മുടെ പിതാക്കന്മാരെ, നമ്മുടെ മാതാപിതാക്കളെ പണ്ട് പൂർവികരെ വിളിക്കുമായിരുന്നു. അവർ കാൽനടയായി പെരുന്നാട് ആശ്രമത്തിൽ ചെന്ന് അവിടെ ഈ 40 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ധ്യാനത്തിലും കഴിയുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് 40 കുമ്പിടിയിൽ നടത്തി, മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച്, കയ്യിലും കാലിലും നെറ്റിയിലുമൊക്കെ തഴമ്പ് വെച്ച്, അവിടെ നിന്ന് കൊടുക്കുന്ന മൺചട്ടിയിലെ കഞ്ഞി കുടിച്ച്, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് തപസ്സനുഷ്ഠിച്ച്
നമ്മുടെ പിതാക്കന്മാർ നേടിയെടുത്ത ഒരു വിശ്വാസ പൈതൃകം നമുക്കുണ്ട്. ഹല്ലേലൂയ. ഇത് സ്മൃതി ധ്യാനത്തിൻ്റെ ദിനങ്ങളാണ്. ഇത് മൗനത്തിൽ നമ്മൾ കർത്താവിൻ്റെ പീഡാരഹസ്യങ്ങളെ, നമ്മുടെ നിയോഗങ്ങളെ, ജീവിത വഴികളെ ധ്യാനിക്കാനുള്ള ദിവസങ്ങളാണ്. ദൈവവചനവുമായി ഇരിക്കാനുള്ള ദിവസങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വർജനയുടെ ഉപവാസത്തിൻ്റെ, അത് ഭക്ഷണത്തിൻ്റെ മാത്രം വർജനയല്ല. അത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊബൈൽ, ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളുടെ ചില ചാറ്റുകൾ, പ്രണയങ്ങൾ, ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്ക് കൊള്ളാമെന്ന് തോന്നി ഈ ലോകത്തിൽ നമ്മൾ ഇതുവരെ കൊണ്ടു നടന്നതൊക്കെ വേണ്ട എന്ന് വെച്ച് വഴിമാറി നടക്കാനുള്ള സ്മൃതി ധ്യാനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏകാന്തതയിൽ എൻ്റെ ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട വെളിപാടുകളെ സ്വീകരിക്കേണ്ട 40 ദിവസങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ ഉപവാസം പ്രാർത്ഥന എന്ന് പറയുന്നത് അത് നമ്മുടെ ചില നിയോഗങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അഡ്മിഷൻ കിട്ടാൻ, ജോലി കിട്ടാൻ എന്നാ ഉപവസിച്ചേക്കാം, പ്രാർത്ഥിച്ചേക്കാം. പിള്ളേർ രക്ഷപ്പെടാൻ, അയർലൻഡിൽ പോകാൻ എന്നാ ഉപവസിച്ചേക്കാം, പ്രാർത്ഥിച്ചേക്കാം. നോ. മോശ 40 ദിവസം നോമ്പെടുത്തു. എന്തിനാണെന്നറിയാമോ? 40 ദിവസം നോമ്പെടുത്ത് കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് സ്വർഗം 2 കൽപ്പലകകളിൽ 10 പ്രമാണം എഴുതി കൊടുത്തു. ഒരു ജനതയുടെ ദിശാബോധം നിശ്ചയിക്കുന്ന 10 പ്രമാണങ്ങൾ മോശയ്ക്ക് കിട്ടിയത് 40 ദിവസം നോമ്പെടുത്തപ്പോഴാണ്. ജീവിത ചക്രവാളങ്ങളെ വിശാലമാക്കുന്ന വലിയൊരു ശക്തി 40 ദിവസത്തെ സ്മൃതി ധ്യാനത്തിലുണ്ട്. ഏലിയ 40 ദിവസം നോമ്പെടുത്തു. എന്താ സംഭവിച്ചെന്നറിയാമോ? അഗ്നിത്തേരിൽ ആകാശത്തിലേക്ക് കയറിപ്പോയി. സ്വർഗത്തിലേക്ക് കയറാൻ അഗ്നിത്തേരിറക്കി. 50 സെന്റ് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടല്ല 50 ദിവസം ഉപവസിച്ചേ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു 40 ദിവസം നോമ്പെടുത്തു. എന്താ സംഭവിച്ചെന്നറിയാമോ? അന്ന് വരെ ഈശോയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. എങ്ങനെ എനിക്ക് ഈ ഭൂമിയെ രക്ഷിക്കാൻ പറ്റും, ലോകത്തെ രക്ഷിക്കാൻ പറ്റും? രാഷ്ട്രീയ വിപ്ലവത്തിലൂടെയാണോ? ആളുകളെ സഹായിച്ചിട്ടാണോ? ഈ ജനതയ്ക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് കൊണ്ടാണോ? ഒടുവിൽ 40 ദിവസത്തെ നോമ്പിൽ ഈശോയ്ക്ക് വെളിപ്പെട്ടു. ഞാൻ നോമ്പെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ വെളിപ്പെട്ട് കിട്ടിയതാണെന്ന് അറിയാമോ? കുരിശു മരണത്തിലൂടെയാണ് ഈ ലോകത്തെ ഞാൻ രക്ഷിക്കേണ്ടത്. ഇതാണ് വെളിപാടുകൾ. സഹനമാണ് ലോകരക്ഷയുടെ അടിത്തറ. ഹല്ലേലൂയ. അപ്പൊ ഈ വെളിപാടുകൾ കിട്ടാൻ നോമ്പെടുക്കണം. ഒരു 20 വർഷം കഴിയുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ താമസിക്കും, അതോ വേറെ വല്ലവരും താമസിക്കും? നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു 50 വർഷം കഴിയുമ്പോൾ അടുത്ത തലമുറകൾ എവിടെ എത്തി നിൽക്കും? നമുക്ക് ഈ ദേശത്തെ സ്വാധീനിക്കാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള കാഴ്ചകൾ കിട്ടാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നോമ്പെടുക്കണം, നോമ്പെടുത്ത് പ്രാർത്ഥിക്കണം. പലതരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഒരു സ്മൃതി ധ്യാനത്തിന് 40 ദിവസം തരിക. രണ്ടും ഒന്നിച്ചു പോവുകയല്ല. ലോകത്തിൻ്റെ അരൂപിയും ദൈവത്തിൻ്റെ അരൂപിയും ഒന്നിച്ചു പോവില്ല. ലോകത്തിൻ്റെ അരൂപിയെ മാറ്റി നിർത്തി ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ ശ്രദ്ധിക്കണം, ദൈവം എന്തിനാണ് ഇങ്ങനെ അനുവദിക്കുന്നത്? ചിലർ ചിന്തിച്ചേക്കാം, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഈ വർജന, ഈ ഉപവാസം, ഈ പ്രാർത്ഥന, 40 കുമ്പിടിയിൽ രാവിലെ 6:10 പള്ളിയിൽ വരണം. ഇനിയും പ്രഭാത നമസ്കാരം 6:30, 40 കുമ്പിടിയിൽ 6:40 വിശുദ്ധ കുർബാന. ഇതെല്ലാം കഴിഞ്ഞിട്ട് 1.5 മണിക്കൂറോളമുള്ള ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും വല്ല കാര്യമുണ്ടോ? വൈകുന്നേരങ്ങളിൽ വായനകളിൽ സന്ധ്യാപ്രാർത്ഥന വെച്ചിട്ടുണ്ട്. അടഞ്ഞിരിക്കുന്ന ഇടുങ്ങിയ മുറികളിൽ ഒന്നിച്ചുകൂടി ചൂടത്ത് സന്ധ്യയ്ക്ക്, ചൂടേറിയ സന്ധ്യകളിൽ ഇങ്ങനെ ഇരുന്ന് അവിഞ്ഞ് ഈ സന്ധ്യാപ്രാർത്ഥന വല്ല കാര്യമുണ്ടോ? ഈ വെള്ളിയാഴ്ച ഉപവസിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഈ വർച്ചനകൾ നടത്തിയിട്ട് എനിക്ക് ഉള്ള ഈ സന്തോഷത്തിൻ്റെ ആകെ കൂടെയുള്ള സന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? ജീവകാരുണ്യ പ്രവൃത്തികൾ, പാവങ്ങളെ സഹായിക്കുക, ഏറ്റവും വലിയ ഉപയോഗ പ്രവൃത്തി വീട്ടിലുള്ള പാവപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ പറ്റാത്ത നാളുകളായിരുന്നു ഈ നോമ്പ് കാലത്ത്. ഇനിയും അവർക്ക് വേണ്ടിയൊക്കെ ഇത്തിരി സമയം മാറ്റി വെക്കുക. ഇതൊക്കെ വേണോ? എന്തിനിത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, 2 സാധ്യതകളേ ഉള്ളൂ ജീവിതത്തിൽ.
ഒന്നുകിൽ ജീവൻ അല്ലെ മരണം. അഗ്നിയും ജലവും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ളത് എടുക്കാം. ഈ 40 ദിവസം വഴിമാറി നടക്കാനുള്ള ക്ഷണമാണ്. ഇവിടെ വന്നിരിക്കുന്ന ദൈവജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത്, സ്നേഹമുള്ളവരെ, നമുക്ക് വഴിമാറി നടക്കാൻ ഒരു 40 ദിവസം ദൈവം നിശ്ചയിച്ചു തന്നിരിക്കുക. ഇത് വിലപ്പെട്ടതായി എടുക്കണം. ഇത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന, ലക്ഷ്യബോധത്തെ ഉദാത്തീകരിക്കുന്ന, ജീവിത ചക്രവാളങ്ങളെ വിശാലമാക്കുന്ന, വെളിപാടുകൾ തരുന്ന, പുതിയ ഉൾക്കാഴ്ചകൾ തരുന്ന, പുതിയൊരു തുടക്കത്തിന് കാരണമാകുന്ന, ഇതുവരെയും വെളിപ്പെടാത്ത സ്വർഗത്തിൻ്റെ ശുശ്രൂഷകൾ വെളിപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാക്കി നമുക്ക് മാറ്റാൻ പറ്റും. അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളിൽ നിറയണമേ. ഇരടികളോട് ചേർന്ന് പാടാം. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ചേർന്ന് പാടാമോ? ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാമോ? ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ജീവനോതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാം. ജീവനോതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാം. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം നമ്മിൽ വന്ന് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഇത് നമുക്ക് കർത്താവിൻ്റെ കൂട്ട് നമുക്ക് മാമോദീസ കിട്ടി, അഭിഷേകം കിട്ടി, ആത്മാവിനെ കിട്ടി. എന്നിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. കാരണം ഈ 40 ദിവസം ഈശോ ഈ സ്മൃതി ധ്യാനത്തിൽ മാറിയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച് വെളിപ്പെട്ട് കിട്ടിയ സത്യം ഈ ലോകത്തെ രക്ഷിക്കാൻ കാരണമായി. സ്നേഹമുള്ളവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്കറിയാം, മാമോദീസ വളരെ അഭിഷേകമുള്ളതാണ്. നമ്മളൊരു കുഞ്ഞിനൊരു മാമോദീസ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും, അതേ, ആ കുഞ്ഞിനെ മുക്കിയ വെള്ളം വിശുദ്ധമാണ്, അത് ചവിട്ടുന്നിടത്ത് ഒഴിക്കരുത്. ഈ കുഞ്ഞിനെ വിജാതിയരുടെ കയ്യിൽ കൊടുക്കരുത്. ഈ കുഞ്ഞിനെ നിങ്ങളിനി ഒരു 7 ദിവസത്തേക്ക് കുളിപ്പിച്ച ആ വെള്ളം ചവിട്ടുന്നിടത്ത് ഒഴിക്കരുത്. അതിനെ തുടപ്പിച്ച ആ തുണി പോലും അത് കഴുകിയ ആ വെള്ളം ശുദ്ധമുള്ള. അത്ര ഈ മോറോൻ്റെ വില അത്ര വലുതാണ്. അഭിഷേകമാണ്. അതുകൊണ്ടാണ് നമ്മളെ പണ്ട് പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ അല്ലേ, കൈലാസ കാര്യങ്ങൾ അശുദ്ധമായാൽ പൗലോസിനെ കൊണ്ട് തൊടിയിക്ക വേണമെന്നൊക്കെ. പൂജയ്ക്കുള്ള കാര്യങ്ങൾ അശുദ്ധമായാൽ പണ്ട് ആളുകൾ ഇല്ലത്തിനടുത്ത് ക്രിസ്ത്യാനികളെ കൊണ്ട് താമസിപ്പിക്കും. കാരണം ക്രിസ്ത്യാനിയുടെ നെറുകയിലെ മാമോദീസ തൈലം അതിന് വലിയ ശക്തിയുണ്ട്. അത്ര അഭിഷേകമുള്ളവരാ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അഭിഷേകത്തോടെ ഈ ഭൂമിയിൽ ദൈവം അയച്ച ദൈവമക്കളായിട്ടും നമ്മുടെ വിളി നമ്മൾ ഈ മരുഭൂമി അനുഭവത്തിലൂടെ പോകണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ ഈ മരുഭൂമി അനുഭവം വിജയിക്കുകയുള്ളൂ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവ് നമുക്ക് ദൈവപുത്രൻ പോലും ഈ പരീക്ഷണ ഘട്ടത്തെ ജയിച്ചത്
ഈ 40 ദിവസത്തെ ഈ സ്മൃതി ധ്യാനത്തിലൂടെയാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കാനും പിശാചുക്കളെ അതിജീവിക്കാനും പിശാചുമായിട്ടുള്ള യുദ്ധത്തിൽ വിജയം വരിക്കാനും ഈ ഉപവാസ ശക്തി, നോമ്പിൻ്റെ ശക്തി ഉണ്ടെങ്കിലേ മതിയാവും. ഇതുകൊണ്ടാണ് ദൈവം നമുക്ക് ഈ മരുഭൂമി അനുഭവം തരുന്നത്. 40 ദിവസം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കണം. 40 ദിവസം നമ്മൾ ഉപവാസം, വർച്ചന, നോമ്പ്, ദാനധർമ്മം, ഈ 40 ദിവസം പ്രത്യേക സഭ നിഷ്കർഷിക്കുന്ന എല്ലാ കാര്യങ്ങളിലും മനസ്സ് തുറന്ന്, ഇവിടെ അല്പം അവിടെ അല്പം, അങ്ങനെയല്ല, പൂർണ്ണ മനസ്സോടെ. കുഞ്ഞുങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുകയാണ്, എല്ലാ ദിവസവും വിശുദ്ധ ബലി സംബന്ധിച്ച് വലിയ അഭിഷേകത്തോടെ ഈ നോമ്പെടുത്ത് പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, ഈ 40 ദിവസത്തിൽ ഇനി ഞാൻ 3 ദിവസം ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ പ്രലോഭനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാം. അതിൽ ഒന്നാമത്തെ ഒരു പ്രലോഭനം മാത്രം അതിനുള്ള നേരമേ ഉള്ളൂ. അതൊന്ന് കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ആശീർവാദം സ്വീകരിക്കാം. അത് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രലോഭകൻ ഈ 40 ദിവസത്തെ സ്മൃതി ധ്യാനത്തിന് ശേഷം പിശാച് അടുത്തു വന്നു. പിശാച് വന്നിട്ട് ആദ്യമേ ഈശോയെ പ്രലോഭിപ്പിക്കുന്നത് ഈ കല്ലുകൾ അപ്പമാകാനാണ്. കല്ലുകൾ, കല്ല് അല്ല. ഇപ്പം ഈശോ 40 ദിവസം വിശന്നിരിക്കുകയാണ്. വേണമെങ്കിൽ ഒരു കല്ലെടുത്താൽ, ഒരു വെള്ളാരം കല്ലെടുത്താൽ വേണമെങ്കിൽ വട്ടയപ്പമാക്കി, കിണ്ണപ്പമാക്കി നമുക്ക് അത് കഴിച്ചാൽ മതി, ഒരാളുടെ വിശപ്പ് മാറും. പക്ഷേ പിശാച് പറയുന്നത് ഈ കല്ലുകൾ അപ്പമാക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കണേ, നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രലോഭനമാണ് ഇന്ന് സഭ നമ്മെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് മനസ്സിലായാൽ നമുക്ക് നമ്മുടെ ഈ മരുഭൂമി അനുഭവത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനോടൊത്ത് ജീവിക്കാൻ ഒരു കൃപ കിട്ടും. ഈ പ്രലോഭനം പലർക്കും മനസ്സിലാകുകയില്ല. പിശാച് കൊണ്ടുവെക്കുന്ന ഈ കെണിയെക്കുറിച്ച് തിരിച്ചറിയാതെ ഇന്ന് ഈ കാലഘട്ടത്തിൽ അനേകര് സഭ വിട്ടുപോകുന്നുണ്ട്. എന്താണ് ഈ കല്ലുകൾ? ഇത്രയും കല്ല് അപ്പമാക്കേണ്ട കാര്യമുണ്ടോ? ഒരു കല്ല് അപ്പമാക്കിയ പോരെ? ഈശോയ്ക്ക് വേണ്ടി ഈ കല്ലുകളെല്ലാം എന്തിനാണ് ഈ അപ്പമാക്കുന്നേ? അതാണ് നാം മനസ്സിലാക്കുക. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ഈ പശ്ചാത്തലം മനസ്സിലാക്കും. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, നമ്മളതിൻ്റെ പഴയ നിയമം പഠിക്കുമ്പോഴേ ഈ പശ്ചാത്തലം മനസ്സിലാക്കി നമ്മൾ ആ പ്രലോഭനത്തെ നേരിടാനുള്ള ജ്ഞാനം കിട്ടുകയാണ്. ശ്രദ്ധിക്കണേ, നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനും എണ്ണത്തിൽ വർദ്ധിക്കുന്നതിനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച് അത് അവകാശപ്പെടുത്തുന്നതിനും ഞാനെന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന പ്രമാണങ്ങളെല്ലാം അനുസരിക്കാൻ ശ്രദ്ധാലുക്കളായിരിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കർത്താവ് നിയമാവർത്തന പുസ്തകത്തിൽ ദൈവജനത്തോട് പറയുന്ന ഒരു രംഗമാണ്. നിങ്ങളെ ഞാൻ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മരുഭൂമിയിലൂടെ 40 വർഷം നടത്തി പാലും തേനും ഒഴുകുന്ന ഈ വാഗ്ദാന നാട്ടിലെത്തിക്കുകയാണ്.
എന്തിനാണ് എത്തിച്ചതെന്നറിയാമോ? ഈ വാഗ്ദാന നാടിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി. ഈ വാഗ്ദാന നാട്ടിലെല്ലാം ഉണ്ട്. ആ വാഗ്ദാന നാട്ടിൽ എന്തെല്ലാം ഉണ്ടെന്ന് നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒന്ന് വായിക്കാം. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ ഉറക്കെ വായിക്കാം. എന്തെന്നാൽ അരുവികളും ഉറവകളും മലകളിലും താഴ്വരകളിലും പൊട്ടിയൊഴുകുന്ന പ്രവാഹമുള്ള ഒരു നല്ല ദേശത്തേക്കാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുവരുന്നത്. ഒരു നല്ല ദേശം. ഈ ദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വരണ്ട സ്ഥലമല്ല, അരുവികളും പ്രവാഹങ്ങളും പൊട്ടി ഒഴുകുന്ന മലകളുള്ള താഴ്വരകളുള്ള സുന്ദരമായൊരു നാട്. ഇനിയും ആ നാട്ടിന്റെ മറ്റൊരു പ്രത്യേകത, ഗോതമ്പും ബാർലിയും മുന്തിരിച്ചെടിയും അത്തിവൃക്ഷങ്ങളും മാതള നാരകങ്ങളും ഒലിവ് മരങ്ങളും തേനുമുള്ള ദേശമാണത്. ഒലിവ് മരങ്ങൾ, മാതള നാരങ്ങ, തേനും പാലും ഒഴുകുന്ന നാടെന്ന് പറയാൻ കാര്യം. അത്ര എന്ന് പറഞ്ഞാൽ ഈ വലിയ മാതള നാരങ്ങ, വലിയ ഒരു മാതള നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഞങ്ങളുടെ ജെറിക്കോയിലൊക്കെ പോയി അത് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ട്. ഒരെണ്ണം പിഴിഞ്ഞ് കഴിഞ്ഞ് 2-3 പേർക്കൊക്കെ കൊടുക്കാവുന്ന ജ്യൂസ്. വലിയ സമൃദ്ധമായ ഒരു നാടാണ് ഇസ്രായേൽ. ദൈവം പറയാണ്, അവിടെ ഈ പ്രവാഹങ്ങൾ, അരുവികൾ പൊട്ടി ഒഴുകുന്ന മനോഹരമായ ഈ നാട്, ഇത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള നാടാണ്, സ്വന്തം നാടാണ്. അടുത്ത വചനമോ, അവിടെ നിങ്ങൾ സുഭിക്ഷമായി അപ്പം ഭക്ഷിക്കും, നിങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഒന്നിനും കുറവില്ലാത്ത ഒരു നാട്, കാനാൻ നാട്, വാഗ്ദത്ത നാട്. എന്നിട്ട് പറയുകയാണ് അടുത്ത വചനം, അവിടെയുള്ള കല്ലുകൾ ഇരുമ്പാണ്. കല്ലുകൾ ഇരുമ്പാണ് എന്ന് പറഞ്ഞാൽ അവിടെ കല്ല്, അതിനുവേണ്ടി പ്രത്യേകിച്ച് ഇരുമ്പൊന്നും കുഴിച്ചെടുക്കണ്ട. ഇവിടുത്തെ കല്ല് തന്നെ ഇരുമ്പിന്റെ അംശമുള്ള. അടുത്തതോ, മലകളിൽ നിന്ന് ചെമ്പ് കുഴിച്ചെടുക്കാം. കുഴിച്ചാൽ ചെമ്പ് കിട്ടും എന്ന് പറഞ്ഞാൽ മണ്ണിന് മുകളിലും മണ്ണിനടിയിലുമെല്ലാം സമൃദ്ധമായ ഒരു നാടാണ് ഏത്? ചന്ദനപ്പള്ളിയ ഇസ്രായേൽ. പലതിനെ പറ്റി പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇവിടെ എല്ലാം ഉണ്ട്. പക്ഷെ വിഷയം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഈ നാട്ടിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ ഒരു പ്രലോഭനം നിങ്ങളെ പിടികൂടാൻ സാധ്യതയുണ്ട്. എന്താണെന്നറിയാമോ? അത് ഇവിടെ എല്ലാം ഉണ്ട്, ഇനി ഞങ്ങൾക്ക് ദൈവം വേണ്ട. ഇതാണ് ആ പ്രലോഭനം. ഈ പ്രലോഭനത്തെ നിങ്ങൾ ജയിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ വചനത്തിന്റെ, ഈ പ്രലോഭനത്തിന് യേശുവിൻ്റെ മുൻപിൽ പിശാച് ഒരുക്കിയ ഏറ്റവും ആദ്യത്തെ പ്രലോഭനമാണ് ഈ പ്രലോഭനം. എല്ലാം സമൃദ്ധമായി ചെയ്യാൻ നിനക്ക് പറ്റും. കല്ലുകളെ പോലും അപ്പമാക്കി കൊടുക്കാനുള്ള കഴിവ് നിനക്കുണ്ട്. സമൃദ്ധമാണ്, ഇവിടെ എല്ലാമുണ്ട്. പക്ഷേ ഈ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ ഇനി ഞങ്ങൾക്ക് ദൈവം വേണ്ട എന്നൊരു ചിന്ത വരും. ബാങ്ക് ബാലൻസ് ആവശ്യം പോലായി, മക്കളെല്ലാം വിദേശത്തായി, കാര്യമെല്ലാം ഓക്കെയായി, എല്ലാം സെറ്റിൽഡ്. ഇനി എന്തിനാ ദൈവം? ഇനി എന്തിനാ പ്രാർത്ഥന? ഇനി എന്തിനാ പള്ളി? ഇനി എന്തിനാ 50 നോമ്പ്? എങ്ങനെ നമ്മൾ മീൻ കഴിക്കാതിരിക്കും? ഇനിയും ഈ ഉപവാസവും പ്രാർത്ഥനയ്ക്കും വല്ല പ്രസക്തിയുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു പ്രലോഭനമുണ്ടാകും. ഈ പ്രലോഭനത്തെ നമ്മൾ ജയിക്കണം. അതാണ് 12, 13, 14 വാക്യങ്ങൾ വായിക്കണം. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെ. നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാവുകയും നല്ല വീടുകൾ പണിത് അവയിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും മറ്റു സകലത്തിനും സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഈ പ്രലോഭനത്തെ അതിജീവിക്കണം.
ഇതെല്ലാം സമൃദ്ധമായി ഈ നാട്ടിൽ നിങ്ങൾ വീട് വെച്ച് താമസിക്കും. സ്വർണം വെള്ളി സമൃദ്ധമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ആടുമാടുകൾ പെറ്റുപെരുകും. സമ്പത്ത് കൊണ്ട് നിങ്ങൾ നിറയും. അപ്പോ നിങ്ങളെ ഇവിടെ ഈ അടിമത്തത്തിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ നാട്ടിൽ സമൃദ്ധമാക്കിയ ദൈവത്തെ മറന്നുപോകാൻ സാധ്യതയുണ്ട്. ദൈവത്തെ മറക്കാൻ സാധ്യതയുണ്ട്. ദൈവ ഭയമില്ലാതാകാൻ സാധ്യതയുണ്ട്. ദൈവത്തെ വേണ്ടാന്ന് വെക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തെ ഒരു ഏഴാംകൂലി ദൈവമായി കാണാൻ സാധ്യതയുണ്ട്. ബാക്കി എല്ലാത്തിനും ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ആരാധനകൾക്കൊക്കെ 3-4 സ്ഥാനമായിട്ട് ദൈവത്തെ തടയാൻ സാധ്യതയുണ്ട്. ദൈവമായ കർത്താവ് പറയാണ്, ഈ പ്രലോഭനത്തെ മക്കളെ നിങ്ങൾ അതിജീവിക്കണം. ഹല്ലേലൂയാ. സ്വരമേർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അതിന് സ്മരണകളുണ്ടാകണം, ഓർമ്മകളുണ്ടാകണം. സ്മരണകളാണ് വിശ്വസ്തതയിലേക്ക് നയിക്കുക. ശ്രദ്ധിക്കണേ, ഓർമ്മകളാണ് വിശ്വസ്തതയിലേക്ക് നയിക്കുക. ഓർമ്മ പോയാൽ, മറവി പിടിച്ചാൽ അവിശ്വസ്തരാകും. എന്തുകൊണ്ട് ആളുകൾ പാപം ചെയ്യുന്നേ? ദൈവം നടത്തിയ വഴികളെ, ദൈവത്തിന്റെ കരുണയെ, പൊതിഞ്ഞു പിടിച്ചതിനെ, സ്നേഹത്തെ, പണ്ടുണ്ടായിരുന്ന ആ ജീവിതത്തിന്റെ ദരിദ്രാവസ്ഥയിൽ നിന്ന് ഇത്രത്തോളം കരപിടിച്ചുയർത്തിയ ദൈവത്തെ മറക്കുമ്പോഴാ പാപം ചെയ്യുന്നേ, അവിശ്വസ്തരാകുന്നേ, മേനി പറയുന്നേ, കുടുംബ മഹിമ പറയുന്നേ. ഒരു 25 വർഷം മുമ്പ്, 20-30 വർഷം മുൻപ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നുവെന്ന് ഉടയതമ്പുരാൻ അറിയാം, മറന്നിട്ടില്ല. സ്നേഹമുള്ളവരെ, ഇത് മറക്കുന്നതാണ്. ഈ അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ പൊക്കിക്കൊണ്ട് ഈ അവസ്ഥ വരെ എത്തിയെന്ന് മറന്നു പോകുന്നതാണ് ഏറ്റവും വലിയ പ്രലോഭനം. അതാണ് പിശാച് കർത്താവിന്റെ മുൻപിൽ കൊണ്ടുവന്ന പ്രലോഭനം. നിനക്ക് ഈ കല്ലുകളൊക്കെ അപ്പമാക്കി ഈ ലോകത്തെ ഭൗതിക സുഖങ്ങളൊക്കെ ഭക്ഷിച്ച് ജീവിക്കാൻ പറ്റും. നിനക്കിതിന് സാധിക്കും. നീ ദൈവപുത്രനാണ്. പ്രിയപ്പെട്ടവരെ, 15-16 വാക്യങ്ങൾ കൂടെ വായിക്കാം. നിയമാവർത്തന പുസ്തകം 8:15-16. ആഗ്നേയ സർപ്പങ്ങളും തേളുകളും നിറഞ്ഞ വിശാലവും ഭയാനകവുമായ മണലാരണ്യത്തിൽ നിന്ന് അവിടുന്നാണ് നിങ്ങളെ നയിച്ചത്. വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട ആ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി കരിമ്പാറയിൽ നിന്ന് അവിടുന്ന് ജലമൊഴുക്കി. നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിങ്ങളെ എളിമപ്പെടുത്താനും പരീക്ഷിക്കാനും അവസാനം നന്മ കൊണ്ട് അനുഗ്രഹിക്കാനുമായിരുന്നു അത്. 17 വാക്യം കൂടെ വായിക്കാം. എന്റെ ശക്തിയും എന്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത്. ഹൃദയത്തിൽ പറയാൻ സാധ്യതയുണ്ട്. എന്ത്? എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കയറി വന്നത്. ഞാൻ വിദേശത്ത് പോയി പണി ചെയ്തു, കഷ്ടപ്പെട്ടു, ഞാൻ ഈ ഗതിയിലെത്തി. ഞാൻ എല്ലുമുറിയെ പണിത് പല്ലുമുറിയെ തിന്നുന്നു. ഇത് പറയരുത്. നീ ദൈവത്തെ മറക്കരുത്. ദൈവമാണ് നിന്നെ അനുനിമിഷം പരിപാലിച്ച് ഇത്രത്തോളം എത്തിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവം നമ്മളോട് പറയുന്ന ആദ്യത്തെ പാഠം. എന്നിട്ടാണ് കർത്താവ് പറയുന്നത്, ഇനി ഞങ്ങൾക്ക് ദൈവം വേണ്ട എന്ന് നീ പറയാതിരിക്കാൻ. നിനക്ക് ദൈവം വേണം. മനുഷ്യന്റെ വചനം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വചനം കൊണ്ടുകൂടെയാണ് എന്ന് നീ വിശ്വസിക്കാനും പറയാനുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രലോഭനം ഈശോയ്ക്ക് പിശാച് ഒരുക്കിയത്. ഈശോ അതിനെ അതിജീവിച്ചിട്ട് പറഞ്ഞു, മനുഷ്യന്റെ അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിലെ വചനം കൊണ്ടുകൂടിയാണ്. അപ്പം കൊണ്ട് മാത്രമല്ല, ഈ ഭൂമിയിലെ അപ്പം കൊണ്ട് മാത്രമല്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ഭൂമിയിൽ ഇതിൻ്റെ പ്രലോഭനം എന്താണെന്ന് അറിയാമോ? ധാരാളം ആളുകൾ പ്രത്യക്ഷപ്പെട്ടിട്ട് മനുഷ്യന് നന്മ ചെയ്യാൻ വേണ്ടി ഒരുപാട് കല്ലുകൾ അപ്പമാക്കി കൊടുക്കും.
എന്നിട്ട് പറയും, സഭയോട് പറയും, സഭ ഈ സ്വത്തെല്ലാം കൂടെ ശേഖരിച്ച് എവിടെ എന്തിനാ വെക്കുന്നേ? ഇതെല്ലാം പാവങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്തുകൂടെ? ഇതിങ്ങനെ ഈ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഈ അപ്പം ആളുകൾക്ക് ഈ കല്ലുകൾ അപ്പമാക്കി കൊടുക്കുക, ആളുകൾ ഭക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവ് പറയാണ്, ഈ കല്ലുകൾ അപ്പമാക്കി കൊടുത്താൽ ഈ ജനം ഈ കല്ല് ഭക്ഷിച്ചാൽ ഉദരം കേടാകും, ഈ ആളുകൾ നശിച്ചു പോകും. കാരണം എന്താണെന്നറിയാമോ? ഈ കല്ലുകൾ അപ്പമാക്കി കൊടുത്താൽ ഈ കല്ലുകൾ ഭക്ഷിച്ച് അത് ഉള്ളിൽ വിഷമായി ദഹിക്കാതെ ആളുകൾ നശിച്ചു പോകുന്ന ഒരു ചരിത്രം ഈ ലോകത്തുണ്ട്. സഭ പഠിപ്പിക്കുന്നത് കല്ലുകൾ അപ്പമാക്കാനല്ല, മറിച്ച് അപ്പം കൊടുക്കണം. പക്ഷെ അപ്പം മാത്രമല്ല, അപ്പത്തോടൊപ്പം ദൈവത്തെ കൊടുക്കണം. വളരെ സ്നേഹത്തോടെ പറയാണ്, വളരെ സ്നേഹത്തോടെ, മാതാപിതാക്കളെ, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് അപ്പം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കഷ്ടപ്പെട്ട് ശേഖരിച്ച് നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് അധ്വാനിച്ച് കുഞ്ഞുങ്ങൾക്ക് അപ്പം കൊടുക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തെ കൊടുക്കാതെ ഈ അപ്പം കൊടുത്താൽ എന്താ സംഭവിക്കുമെന്നറിയാമോ? ഒരിക്കൽ പോലും ഈ മക്കൾ അവരുടെ ജീവിതത്തിൽ വിജയം വരിക്കില്ല. വിഷമാണ് ഇത്. കല്ല് അകത്ത് ചെന്ന് അവരുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയും. നമ്മളവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട്, മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഈ കേരളക്കരയിൽ സ്വന്തം മാതാപിതാക്കളെ ഇതുപോലെ പെറ്റു വളർത്തി കുഞ്ഞുങ്ങൾക്കെല്ലാം വാങ്ങിച്ചു കൊടുത്ത ഈ കുഞ്ഞുങ്ങൾ എത്ര മാതാപിതാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയത്, കഴുത്തറത്തെന്നറിയാവോ? ഇടുക്കിയിലെ തൊടുപുഴയ്ക്കടുത്ത് ചേറാടി, മൂലമറ്റം ചേറാടിയില് അജേഷ് എന്ന് പറയുന്ന ഒരു പയ്യൻ മാതാപിതാക്കളെ അടിച്ചു കൊന്നു. തിരുവല്ലയിൽ പുളിക്കീഴ് അനിൽകുമാർ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ മാതാപിതാക്കളെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തി, അപ്പനെ അമ്മയും. തൃശ്ശൂര് വിഷ്ണു എന്ന് പറഞ്ഞ് 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അമ്മയെ 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കൊന്നുകളഞ്ഞു. വെഞ്ഞാറമൂട് ഇന്നത്തെ പത്രത്തിൽ തിരുവനന്തപുരത്ത് അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 13 വയസ്സുള്ള അനിയനെയും മുത്തശ്ശിയെയും അമ്മയെ ഉൾപ്പെടെ, അമ്മ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു, 5 എണ്ണത്തിനെ കൊന്നുകളഞ്ഞു. സ്വന്തം കുടുംബത്തിലുള്ളവരെ കൊന്നുകളെ. എന്താ കാര്യം എന്നറിയാവോ? മക്കൾക്ക് അപ്പം കൊടുക്കും, ദൈവത്തെ കൊടുക്കില്ല. വെള്ളറട തിരുവനന്തപുരത്ത് പ്രജിൻ ജോസ് എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യാനി, അപ്പൻ ജോസിന് അവന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ കഴുത്തറുത്തു വന്നു അപ്പനെ. സ്വന്തം മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, മക്കൾ കൊല്ലുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നമ്മളവർക്കെല്ലാം കൊടുക്കും, ദൈവത്തെ കൊടുക്കില്ല. ദൈവം എന്ന് പറഞ്ഞ സ്നേഹം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹമില്ലാതെ വീട്ടിലെ പരാതി എന്താ? ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല, മാതാപിതാക്കൾ ഞങ്ങളെ സ്നേഹിക്കുന്നില്ല. മക്കളുടെ പരാതി ഇതാണ്, പരാതി. അപ്പൊ അപ്പൻ ചോദിക്കും, ഇവൻ എന്തിന്റെ കുറവാ ഇവിടെ? എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം കൊടുത്താലും ഈ കല്ലുകൾ വിഷമായി മാറും. അതുകൊണ്ടാണ് ഈശോ പ്രലോഭകനോട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടിയാണ്. ഇതിനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സൺഡേ സ്കൂൾ, ഇതിനാണ് വിശ്വാസ പരിശീലനം, ഇതിനാണ് ദേവാലയത്തിൽ വരണമെന്നോ ആരാധനയ്ക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നത്. ഇത് വേറെ എങ്ങും കിട്ടില്ല. ദൈവത്തെ കൊടുക്കാതെ എന്തെല്ലാം കൊടുത്താലും ഒരു പരാജയമായി മാറും. അമ്പെ പരാജയപ്പെടും ജീവിതം. അതുകൊണ്ടാണ് ഈശോ തന്റെ ജീവിതത്തിൽ ആദ്യത്തെ പ്രലോഭനം കല്ലുകൾ അപ്പമാക്കി കഴിക്കും. പല സംഘടനകളും പല പാർട്ടികളും പല പല ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളും വന്നിട്ട് പറയും, വാ പൊതിച്ചോറ് കൂടെ, വാ വസ്ത്രം കൂടെ, വാ ഓടി വാ, നമുക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ കാഴ്ചപ്പാട് സ്നേഹത്തോടെ ദൈവത്തെ ചേർത്ത് നിർത്തി ഇത് കൊടുക്കാതിരുന്നാൽ ഇതെല്ലാം കല്ലായി മാറും, തിരിഞ്ഞു കൊത്തും.
എന്തുകൊണ്ടാണ് ഈ സംഘടനകൾ കുറച്ചു കഴിയുമ്പോൾ നിന്നു പോകുന്നേ? എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ സംഘടനകൾ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? ഈ കല്ലുകൾ കൊടുത്ത് ആ കല്ലുകൾ വിഷമായി മാറും. പരാതികളും വഴക്കുകളും കലഹങ്ങളും ഈ കൊടുത്തതിനൊന്നും കണക്കില്ല. പിന്നെ അഴിമതിയുടെ ആരോപണങ്ങൾ വലിയ വിഷയങ്ങളാണ്. കാരണം എന്താണെന്നറിയാമോ? സ്നേഹമില്ല, അവർക്ക് ഫീൽ ചെയ്യുന്നില്ല സ്നേഹം. ദൈവമില്ലാത്തൊരു വീട്ടിൽ മാതാപിതാക്കൾ മക്കളെ എന്തെല്ലാം കൊടുത്താലും അതവർക്ക് വിഷമായി മാറും. ഇതാണ് ഒന്നാമത്തെ പ്രലോഭനം. ഇത് ദൈവം നമ്മെ പഠിപ്പിക്കുക. നമ്മൾ അപ്പം കൊടുത്ത് അപ്പം മാത്രം കൊടുത്ത്, ഭൗതികമായ അപ്പങ്ങൾ മാത്രം കൊടുത്ത്, ദൈവമില്ലാത്ത അപ്പം കൊടുത്ത്, സ്നേഹം ചേർക്കാത്ത അപ്പം കൊടുത്ത് ജീവിക്കുമ്പോൾ ഈശോ നമ്മളോട് ഇന്ന് പറയുന്ന പാഠമാ, മക്കളെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കേണ്ടത്. സ്നേഹം വേണം, ദൈവം വേണം, ദൈവത്തിൻ്റെ വചനം വേണം. മനുഷ്യന്റെ വായിൽ നിന്നും വചനം തന്നെ വരുന്നേ, പക്ഷേ ജീവിക്കാൻ അത് പോരാ. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം വേണം. അല്ലാത്തതെല്ലാം നമുക്കൊരു വിഷമായി മാറും. സ്നേഹമുള്ളവർ, അപ്പോൾ നമ്മൾ ചോദിച്ചേക്കാം, അപ്പോൾ ഈശോ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തില്ലേ ആളുകൾക്ക്? ആർക്കാ കൊടുത്തെന്നറിയാവോ? ദൈവവചനം കേൾക്കാൻ കൊതിയോടെ ഈശോയെ സമീപിച്ച് ഈശോയുടെ മുമ്പിൽ വന്നിരുന്ന ജനത്തിനാണ് ഈശോ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തത്. ദൈവത്തിന്റെ വചനം കേൾക്കാൻ വന്ന ജനത്തിനാണ് ഈശോ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തത്. അതിന്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് കൊടുക്കാനുള്ളത് വചനം ചേർത്ത അപ്പമാ. നമ്മെ ദൈവം അനുഗ്രഹിക്കും. ജീവിതത്തിൽ നമ്മളുടെ കല്ലുകൾ അപ്പമാക്കി ദൈവം ഭക്ഷിക്കാൻ തരില്ല, പക്ഷെ ദൈവം നമുക്ക് അപ്പം തരും, വചനം ചേർത്ത അപ്പം. ദൈവത്തിൽ നിന്ന് വരുന്ന വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ അനുഗ്രഹം. അത് നിത്യതയിൽ നമ്മളെ എത്തിക്കുന്ന അനുഗ്രഹമാണ്. അതുവഴി നമ്മുടെ കുഞ്ഞുങ്ങളും തലമുറകളും അനുഗ്രഹമായി മാറും. അതുകൊണ്ട് ഈ പിള്ളേരെ, കുഞ്ഞുങ്ങളെയൊക്കെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയോട് ചേർത്ത്, വചനത്തോട് ചേർത്ത്, ആരാധനയോട് ചേർത്ത് നിർത്തണം. ഇതാണ് ഈ നോമ്പിൽ ഏറ്റവും ആദ്യം നാം ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് ആളുകൾ കല്ലുകൾ കൊണ്ടുവന്ന് അപ്പമാക്കി നമ്മുടെ മുമ്പിൽ വെക്കും. ശ്രദ്ധിക്കാൻ പറ്റണം, ഇതിനകത്ത് ദൈവമുണ്ടോ? ഇതിനകത്ത് സ്നേഹമുണ്ടോ? ഇതിനകത്ത് ആത്മാർത്ഥതയുണ്ടോ? അല്ലെങ്കിൽ ഇത് സാത്താന്റെ കെണിയാണ്. വിശക്കുന്ന ജനത്തിന് അപ്പം കൊടുക്കാൻ ആവേശത്തോടെ ജനങ്ങൾ നമ്മളെ തള്ളിവിടും, മുറവിളി കൂട്ടും, വിപ്ലവം കാണിക്കും, വിപ്ലവ പ്രസ്ഥാനങ്ങൾ വരും. എന്ത്? വിശക്കുന്നവൻ അപ്പം കൊടു, അപ്പം കൊടു, അപ്പം കൊടു. അപ്പം കൊടുത്ത് എല്ലായിടത്തും കലഹങ്ങളും വഴക്കുകളും അഴിമതികളും വളരുക. യേശുവിന്റെ നിലപാട്, give them bread with God. ദൈവത്തോടൊപ്പം അപ്പം കൊടുക്കുക. അതാണ് സ്നേഹം ഫീൽ ചെയ്യുന്ന, ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഈ വചനം കൊണ്ട് ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടണം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ അപ്പനും കുടുംബക്കാരുമൊക്കെ പണ്ട് തൊട്ടേ വട്ടിപ്പണവും പലിശയും കൈക്കൂലിപ്പണവും ഒക്കെ ശേഖരിച്ച് വെച്ചിട്ട് ആളുകളെ ചതിച്ചും വെട്ടിച്ചും വഞ്ചിച്ചും വക്രിച്ചും ഒക്കെ ഉണ്ടാക്കിയ പണം കൊണ്ട് ശേഖരിച്ച് വെച്ചിട്ട് നിങ്ങളുടെ അധ്വാനമില്ലാത്ത, നിങ്ങളുടെ സ്നേഹമില്ലാത്ത, നിങ്ങളുടെ വിയർപ്പില്ലാത്ത, നിങ്ങളുടെ സാന്നിധ്യമില്ലാത്ത ഈ പണം കൊണ്ട് വെച്ചിട്ട് നമ്മൾ പിള്ളേർക്ക് കൊടുത്തിട്ട് പറയും, എന്തിൻ്റെ കുറവാ ഇവിടെ? ആ വീട്ടിൽ കല്ലാണത്. അത് കഴിച്ചാ കുഞ്ഞുങ്ങള് മരിച്ചു. അതുകൊണ്ടാണ് ഈ കാലത്തെ ഏറ്റവും വലിയ പ്രലോഭനം എന്ന് പറയുന്നത് ഈ ആത്മരതി ആണെന്ന് പിതാക്കന്മാർ പറയും. ആത്മരതി എന്താണെന്നറിയാം? അത് നാർസിസിസം. ആത്മരതി എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ്. ഞാൻ എന്നെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുവൻ തന്നെ സ്നേഹിച്ചങ്ങ് നശിക്കുക. വശം കിട്ടും. രാവിലെ എഴുന്നേറ്റ് സ്ഥിരം നടക്കുക. ഈ നടപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക ഇയാൾ മരിക്കുകയല്ലെന്ന്. എല്ലാ ദിവസവും യോഗ ചെയ്യുക, എല്ലാ ദിവസവും 6 ലിറ്റർ വെള്ളം കുടിക്കുക,
ഫിറ്റ്നസ് ചെക്ക് മൊബൈലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 1000 കലോറിയുടെ കത്തിത്തീരാനുണ്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇയാൾ മരിക്കാനൊന്നും പോകുന്നില്ലെന്നാ തോന്നുന്നേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ കൃത്യമായ സമയത്ത് മരിച്ചോളും. ഈ സെൽഫ് ലവ് ഉണ്ടോ, ഈ നാർസിസിസം, ആത്മരതി, എന്നെ തന്നെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, ഇതിനെതിരാണ് ഈ 40 നോമ്പ്. ഇത് പരിത്യാഗത്തിന്റെ, പരിഹാരത്തിന്റെ, മറ്റുള്ളവർക്ക് വേണ്ടി പരിത്യാഗം അനുഷ്ഠിച്ച് ജീവിക്കാനുള്ള വിളിയാ. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്താനും മുട്ടുകുത്താനും കുമ്പിടാനുമുള്ള വിളിയാ. ഇത് സെൽഫ് ലവ് അല്ല, ഇത് കൊടുക്കുന്ന സ്നേഹമാ. ഈ ദൈവം ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇത് ഈ അപ്പം അനുഗ്രഹമായി മാറും. നമുക്കറിയാം, ഈ പരിത്യാഗത്തിന്റെ ദിവസങ്ങളിൽ, ഉപവാസ ദിവസങ്ങൾ, വർജന ഭക്ഷണത്തിൽ 40 ദിവസം ഇറച്ചി, മുട്ട, മീൻ, പാല് ഇതൊക്കെ വർജിക്കുന്ന ഒരു അച്ചട്ട് നോമ്പ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ട് നമ്മുടെ പിതാക്കന്മാരൊക്കെ അങ്ങനെയായിരുന്നു. ഈ മീൻചാറ് വേണ്ട, 40-50 ദിവസം വേണ്ട എന്നൊരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കുക. അതൊരു വർജനയാണ്. മാത്രമല്ല, നമ്മുടെ സംസാരം, വ്യർത്ഥ സംഭാഷണം, കുറ്റം പറച്ചില് വർജനയാണ്. ഇത് ഇനിയും ഈ 50 ദിവസത്തേക്ക് ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കും. ഫോൺ, സോഷ്യൽ മീഡിയയിലെ ഉപയോഗം, എനിക്കിഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള ആളുകൾ, പ്രണയം, ഉപവിപ്രവൃത്തികൾ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കൾ ഒരു നേരത്തെ സ്നേഹത്തിന് വേണ്ടി, ഒരു പുഞ്ചിരിക്ക് വേണ്ടി, എന്നെ ഒന്ന് വിളിക്കാൻ, ഒന്ന് സംസാരം കേൾക്കാൻ വേണ്ടി, അല്പനേരം അവരുടെ കൂടെ ഇരിക്കാൻ വേണ്ടി അവരാഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ നോമ്പ്. ഇതാണ് സ്നേഹം. ഇത് കൊടുക്കുന്ന സ്നേഹമാണ്. ഈ ദൈവമില്ലാതെ, ഈ സ്നേഹമില്ലാതെ നമ്മൾ ചെയ്യുന്നതെല്ലാം കല്ലായി മാറും. കല്ല്. അതുകൊണ്ടാണ് ഒന്നാമത്തെ പ്രലോഭനം അപ്പത്തിൻ്റെ പ്രലോഭനം. കല്ലുകൾ അപ്പമാക്കി കഴിച്ചുകൊണ്ട് ജീവിക്കുക. ഉദരം കേടാകും, കുഞ്ഞുങ്ങൾ മരിച്ചു പോവും. വലിയ നോമ്പിൽ നമ്മളെ പ്രലോഭനത്തിലേക്ക് നയിക്കുന്ന ഈ വലിയ പിശാചിൻ്റെ കെണി, ഒരുപാട് ചാരിറ്റി പ്രവൃത്തികൾ ചെയ്ത് പരസ്പരം തർക്കവും കലഹവും സ്പർദ്ധയും വൈരാഗ്യവും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുമൊക്കെയായി ജീവിച്ച് നമ്മളിങ്ങനെ നോമ്പെടുത്ത് ജീവിക്കുമ്പോൾ കർത്താവ് പറയും, മക്കളെ, കല്ല് അപ്പമാക്കി കഴിച്ചുകൊണ്ടിരിക്കുക. ഗിവ് ദം ബ്രെഡ് വിത്ത് ഗോഡ്. ദൈവത്തോടൊപ്പമുള്ള, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നതാണ് നമ്മുടെ ഈ നോമ്പിൻ്റെ വിജയം. അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് കർത്താവെ, നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു നല്ല തീരുമാനം, 40 ദിവസം ഒരു സ്മൃതി ധ്യാനം. പ്രലോഭകൻ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രലോഭനം ഈ ലോകത്തിൻ്റെ കല്ലുകളെല്ലാം അപ്പമാക്കി തിന്ന് ആത്മരതിയിൽ, ആത്മസ്നേഹത്തിൽ എന്നെ തന്നെ സ്നേഹിച്ച് സ്വാർത്ഥതയിൽ ജീവിക്കുന്നതാണ് പ്രലോഭനം. ഇത് വിട്ടുകൊടുക്കുന്നതാണ് നോമ്പ്. പരിഹാരത്തിൻ്റെ ഒരു ദിവസങ്ങൾ നമുക്കുണ്ട്. നമുക്ക് എഴുന്നേറ്റ് നീരടികൾ പാടി പ്രാർത്ഥിച്ച് ആശീർവാദം സ്വീകരിക്കാം.